പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യമായ കർത്താവേ, അങ്ങയുടെ സ്വരം കേട്ടുകൊണ്ട് അങ്ങയെ അനുഗമിച്ചാൽ ഒരിക്കലും നശിച്ചു പോയില്ലെന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ചിതറിക്കപ്പെട്ട ജനത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അംഗീകരിക്കുന്നു. നന്ദി പറയും. എൻ്റെ കർത്താവായ യേശുവേ, ഇടയൻ്റെ സ്വരം കേട്ടുകൊണ്ട് അവിടുത്തെ അനുഗമിച്ചാൽ കർത്താവേ, ഞങ്ങളാരും നാശമടയുകയില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുക. സ്വരം കേൾക്കുവാൻ തക്കവത് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കാതുകളെ തുറക്കണമേ. അങ്ങയുടെ വചനങ്ങൾ എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കാൻ കൃപ നൽകണമേ. ആദരമായൊരു ഹൃദയം നൽകണമേ. എൻ്റെ കരങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിൻ്റെ കരങ്ങളാക്കണം. എൻ്റെ പാദങ്ങളെ അങ്ങ് നിയന്ത്രിക്കണമേ. കാൽവഴുതാതിരിക്കുവാൻ അങ്ങയുടെ ശുശ്രൂഷകൾ ശക്തമായി നിറവേറ്റുവാൻ തക്കവിധ എൻ്റെ കാലുകൾക്ക് വേഗത നൽകണമേ. എൻ്റെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. അങ്ങയെ ദർശിക്കുവാൻ തക്കവേ എൻ്റെ അധരങ്ങളെ അങ്ങയുടെ വചനം നിക്ഷേപിക്കണമേ. കർത്താവേ, എൻ്റെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ മനസ്സിലാക്കുവാൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ. നിൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇന്നേ ദിനം എന്നെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ വന്ന് നന്ദി അർപ്പിക്കുവാനെ സഹായിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.